ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും അരുമ മകനാണ്, ഓമനയാണ് റിസ പഹ്ലവി. അങ്ങ് ഇറാനിൽ റെജിം ചേഞ്ച് വരുത്തിയതിന് ശേഷം അവിടെ വെക്കാൻ തീറ്റിപ്പൂറ്റി വളർത്തുന്ന കളിപ്പാവ. ആ ചുന്ദരൻ പാവയെ സമൂഹത്തിന് മുന്നിൽ പുറത്ത് കാണിക്കാതെയാണ് കൊണ്ടു നടന്നത്. ഇപ്പോൾ ജർമ്മനിയിൽ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തി ബഹുമാനപ്പെട്ട റെജിം ചേഞ്ച് ആഗ്രഹിക്കുന്ന അദ്ദേഹം നടന്നു വരവേ പത്രസമ്മേളനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പിന്നിൽ നിന്ന് ചാർത്തി കൊടുത്തുന്നതാണ് ആ കണ്ട ഫ്ലൂയിഡ്. നമ്മൾ കരിയോയിൽ ഒഴിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ പ്രത്യേകിച്ച് കരിയൊന്നും ആവശ്യമില്ല. ഒഴിച്ചത് മറ്റെന്തോ ദ്രാവകമാണ്. ആ ഒഴിച്ച പ്രവൃത്തിയെ നമ്മൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഒരു മുസ്ലിം രാജ്യത്തല്ല, ജർമ്മനിയിലാണ്. അവിടെയാണ് പത്രസമ്മേളനം കഴിഞ്ഞ് വരുമ്പോൾ ഇത് ഒഴിച്ചത്. എന്തുകൊണ്ട് ഒഴിച്ചു എന്ന് ചോദിച്ചാൽ ആ ഒഴിച്ചതിനെ സാധൂകരിക്കുന്ന ഒരു സംഗതിയുണ്ട്. എന്തെന്നറിയോ? ആ പത്രസമ്മേളനത്തിൽ പുള്ളി കഠിനമായ ഭാഷയിൽ വിമർശിച്ചത് മുഴുവൻ ഇറാനിലെ സീസ് ഫയറിനെയാണ്. അതായത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്തിന്? അടിച്ച് തകർത്ത് റെഡിയാക്കിയിട്ട് പുള്ളി അവിടുത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ ഇനി പരമോന്നത നേതാവോ ആരായിട്ട് വരാനും പുള്ളി റെഡിയാണ്. അതിൻ്റെ കോസ്റ്റ്യൂംസും സെറ്റിങ്സും ഒക്കെ പുള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുള്ളി പെട്ടെന്ന് തന്നെ വന്ന് ചാർജ് എടുക്കുകയും അമേരിക്ക അതുപോലെ തന്നെ ഇസ്രായേലും പറയുന്നിടത്തെല്ലാം ഒപ്പിട്ട് കൊടുക്കാനും തയ്യാറായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിനെയും പിതാവിനെയും ഒക്കെ വെച്ച് കളിച്ചിരുന്നൊരു കാലത്താണ് ഇവർ ഇറാനിൽ പൂന്തു വിളയാടിയത്. ഇവരെല്ലാം ചെയ്തത്, അവിടുത്തെ ഇന്ധനം ഊറ്റിക്കൊണ്ടുപോയത്, അവിടെ മുഴുവൻ പിടിച്ചെടുത്തത്. അതിൻ്റെ ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിൽ നിന്നെല്ലാമാണ് അവിടെ ഒരു അട്ടിമറി നടത്തി മറ്റൊരു ഭരണകൂടം പിടിച്ചെടുത്ത് ഇറാനികൾക്ക് എന്നുള്ള ഒരു ചിന്തയിലേക്ക് കൊണ്ടുവന്നത്. അതുവരെ അത്തരം ചിന്തയ്ക്കപ്പുറം ഇവരുടെ രണ്ടുപേരുടെയും ചന്തയും ചന്തിയുമായിരുന്നു. ആ കാലത്തെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ കയ്യിൽ കരുതിയിരിക്കുന്ന ഒരു ചീട്ടാണ് ഈ ചീട്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല പാവകളെയും ഇവർ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. ആ പാവകൾക്കെതിരെ പോരാടുമ്പോഴാണ് നമ്മുടെ പല സംഘടനകളും പറയുന്ന ഷിയ സുന്നി പോരാട്ടമൊക്കെയായി വിശേഷിപ്പിക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ അടിമകളെ സ്ഥാപിച്ച് ആ അടിമകൾ സയണിസത്തിൻ്റെ വക്താക്കളായി അതിൻ്റെ പിന്തുടർച്ചക്കാരായി അവർ പറയുന്ന കളിപ്പാവകളായി മാറുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന, അതിനെ എതിർക്കുന്ന, അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പോരാട്ടങ്ങളെയാണ് ആ പോരാട്ടങ്ങളുടെ ജിയോ പൊളിറ്റിക്കൽ മാനത്തിൽ കാണാതെ അതിനെ സുന്നി ഷിയ തർക്കങ്ങളൊക്കെ ആക്കി മാറ്റി ചിത്രീകരിക്കുന്നത്. ഏതായാലും ആ കാലത്ത് ഉണ്ടായ ഒരു ഭരണ സൗകര്യങ്ങളുടെ സുഖവാസത്തിൻ്റെ തുടർച്ചയായി സൂക്ഷിച്ചിരുന്ന ഈ ചീട്ട് കീറിപ്പോയി. ട്രംപ് വിചാരിച്ചിരുന്നത് ആദ്യത്തെ 1-2 ദിവസത്തെ ആക്രമണത്തിൽ തന്നെ എല്ലാം തകർന്നടിഞ്ഞ് താഴെ വീഴുമ്പോൾ വിമാനത്തിൽ കൊണ്ടുവന്നിറക്കി അവിടുത്തെ രാജാവായി വാഴിക്കുകയും നമ്മുടെ ട്രംപിന് കസേരയിൽ കാലുമേൽ കാലും കയറ്റി ഇരുന്ന് പുകയൊക്കെ ഊതിവിട്ട് പശ്ചിമേഷ്യ മുഴുവൻ എൻ്റെ കാലുകൾക്കിടയിലാണ് എന്നൊക്കെ പറയാം എന്ന് കരുതിയതാണ്. പക്ഷേ കരുതിയത് പിഴച്ചുപോയി. ആ പിഴച്ചുപോകലിൻ്റെ ബാക്കിയാണ് ഇന്ന് കണ്ട ആ പ്രതിഷേധം. നടന്നത് ജർമ്മനിയിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത്.